ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു സെക്ഷനിൽ നമുക്ക് നോക്കുന്ന ടോപ്പിക് നമ്മുടെ ഡയോഡ് ടെസ്റ്റിംഗ് ആണ്. ഓക്കെ. അപ്പോൾ ഈ ഒരു ഡയോഡ് ടെസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് ശരിക്കും ഇതിൽ നമുക്ക് എങ്ങനെയാണ് ഒരു ഡയോഡിനെ വർക്കിംഗ് കണ്ടീഷനിലാണോ അല്ലാത്തതാണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ചില സമയത്ത് ഈ ഡയോഡിന്റെ ഈ പുറത്ത് നമുക്കൊരു മാർക്കിങ്സ് ഉണ്ടല്ലോ. അത് ആനോഡും കാഥോഡും ഒക്കെ ഡിഫറെന്റ് ചെയ്യാനായിട്ട് നമുക്ക് അവിടെ കാഥോഡ് റീജിയനിൽ ഒരു റിങ്സ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും പ്രിന്റഡ് ആയിട്ട്. അപ്പോൾ അതെന്ത് ചെയ്യും, അവിടെ ചില സമയത്ത് ഫെയ്ഡ് ആയി പോകേണ്ട ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് ഏതാണ് ആനോഡ് ഏതാണ് കാഥോഡ് നമുക്ക് അറിയാൻ പറ്റില്ല. ഇപ്പോൾ സർക്യൂട്ടിലൊക്കെ നമ്മൾ ഓൾറെഡി ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഡയോഡ് ആണെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കും, അവിടെ നമുക്ക് ഇത് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ. പക്ഷെ നമുക്കിപ്പോൾ റീപ്ലേസ് ചെയ്യണമെങ്കിൽ അതിപ്പോൾ എന്തെങ്കിലും കംപ്ലൈന്റ് ആവുകയോ അല്ലെങ്കിൽ ഡാമേജ് ആവുകയോ ചെയ്തിട്ട് റീപ്ലേസ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, അവിടെ നമുക്ക് കറക്റ്റ് ആയിട്ട് അത് ആ ഒരു ടെർമിനൽസ് ചിലതാണെങ്കിൽ സർക്യൂട്ട് ബോർഡ് മാർക്ക് ചെയ്തിരിക്കും, പക്ഷേ ചിലത് മാർക്ക് ചെയ്യത്തില്ല. ഓക്കെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കറക്റ്റ് അവിടെ ചെക്ക് ചെയ്ത് നോക്കണം ഏതാണ് അതിന്റെ പൊളാരിറ്റി എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം. സോ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ഈ ഡയോഡ് ടെസ്റ്റിംഗ് എന്ന ഈ ഒരു മെത്തേഡ് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഡയോഡ് ടെസ്റ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് നമുക്ക് ഈ ഒരു ഓമീറ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു ഇതുണ്ട്. അതായത് റെസിസ്റ്റൻസ് മെഷർ ചെയ്യുന്ന ഡിവൈസാണ് ഓമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ മുൻപൊക്കെ ആണെങ്കിൽ നമുക്കിപ്പോൾ ഓമീറ്റർ, മൾട്ടിമീറ്റർ, അമ്മീറ്റർ ഇതെല്ലാം എന്തായിരിക്കും, നമുക്ക് ഓരോ ഇതായിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യേണ്ടി വരുന്നത്. ഓക്കെ. അതായത് ഓരോ ഡിഫറെന്റ് കമ്പോണൻസ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്ക് മാർക്കറ്റിൽ ഈ മൾട്ടിമീറ്റർ എന്ന രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാം കൂടിയുള്ള ഒരു ഡിവൈസ് നമുക്ക് അവൈലബിൾ ആകുന്നുണ്ട്. ഈ കാണിച്ചിട്ടുള്ള നമ്മുടെ മൾട്ടിമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ മൾട്ടിമീറ്ററിൽ നമുക്ക് അത്യാവശ്യം എന്ത് ചെയ്യാൻ പറ്റും, എല്ലാ മെഷർമെന്റ്സും എടുക്കാൻ പറ്റും. നമ്മൾ അതിന് സെലക്ടർ കീ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാവും. ഓക്കെ. ഇപ്പോൾ സെലക്ടർ കീ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡയോഡ് അതായത് ഓമീറ്റർ ആയിട്ട് മൾട്ടിമീറ്റർ ആയിട്ട് അമ്മീറ്റർ ആയിട്ട് ഓൾട്ടിമീറ്റർ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ അവിടെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. അപ്പോൾ അങ്ങനെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് എന്തെന്ന് പറയുന്നത്, ഈ അല്ലെങ്കിൽ യൂസ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഡയോഡ് ടെസ്റ്റ് ചെയ്യുന്നത് നമ്മളവിടെ ഓമീറ്റർ റേഞ്ചിലായിരിക്കും ഓമീറ്റർ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡയോഡ്സ് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത്. ഇല്ല, ഇപ്പോൾ വരുന്ന നമ്മുടെ മൾട്ടിമീറ്റേഴ്സിൽ ഡയോഡ് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് ഒരു നോബ് അതിൽ വരുന്നുണ്ട്. അങ്ങനെ ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഓമീറ്റർ അല്ലെങ്കിൽ സെലക്ട് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. ദേ ഈ കാണിച്ചിട്ടുള്ള നമ്മൾ സാധാരണ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു മൾട്ടിമീറ്റർ എന്ന് പറയുന്നത്. ഇതാണ് ഇതിന്റെ സെലക്ടർ കീ. അപ്പൊ ഈ സെലക്ടർ കീ കണ്ടോ, ഇത് നമ്മൾ കണ്ടോ, ഇത് റെസിസ്റ്റൻസ് റേഞ്ച് ആണ്. ഈ റേഞ്ചിൽ നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെസിസ്റ്റൻസ് റേഞ്ചിൽ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് വെച്ചിട്ട് റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ പറ്റും. അപ്പൊ അതാണ് ഓമീറ്റർ. അപ്പൊ ഇത് യൂസ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ റെസിസ്റ്റേഴ്സിന്റെ റെസിസ്റ്റൻസ് നമുക്ക് വാല്യൂ ഡിറ്റർമിൻ പറ്റും. ഓക്കെ, ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. അപ്പൊ ഇതാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ റെസിസ്റ്റൻസ് മെഷർ ചെയ്യുന്ന ഓമീറ്റർ എന്ന് പറയുന്നത്. ഒരു മൾട്ടിമീറ്ററിനെ സംബന്ധിച്ച് അത് നമുക്ക് ഓൾട്ടിമീറ്റർ ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റും. അതായത് DC വോൾട്ടേജ് മെഷർ ചെയ്യാൻ പറ്റും, AC വോൾട്ടേജ് മെഷർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് കറണ്ട് മെഷർ ചെയ്യാനും പറ്റും. ഓക്കെ. കറണ്ട് നമുക്ക് DCക്കും ACക്കും കോമൺ ആയിട്ടാണ് വരുന്നത്. പക്ഷേ വോൾട്ടേജ് വന്നിട്ട് നമുക്ക് ACക്ക് പ്രത്യേകം ഈ ഒരു സെലക്ടർ നോബിൽ നമ്മൾ വെക്കേണ്ടി വരും. DC ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു സൈഡിലോട്ട് അതിന്റെ സെലക്ടർ നോബ് ഫിക്സ് ചെയ്യേണ്ടി വരും. പിന്നെ ഈ ഇരിക്കുന്ന ഈ ഒരു മൾട്ടിമീറ്ററിനെ സംബന്ധിച്ചിട്ട് ഇവിടെ ഡയോഡ് ടെസ്റ്റിംഗിന് വേണ്ടി പ്രത്യേകിച്ച് ഒരു സിമ്പിൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു നോബിൽ നമ്മൾ സെലക്ട് ചെയ്തിട്ട് നമ്മുടെ ഈ ഒരു ടെർമിനൽസ് വരെ കണക്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ഡയറക്റ്റ് ആയിട്ട് ഡയോഡ് അവിടെ മെഷർ ചെയ്യാൻ പറ്റും. ഓക്കെ. ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, റെസിസ്റ്റൻസ് റേഞ്ചിൽ വെച്ച് ഡയോഡ്സ് മെഷർ ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ. അപ്പോൾ അതാണ് നമുക്ക് ഈ ഒരു മൾട്ടിമീറ്ററിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് വരുന്നത്. പിന്നെ ഇതിന്റെ ടെർമിനൽസ് നോക്കുക. ടെർമിനൽസ് എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ ഒരു കോമൺ ടെർമിനൽ വരുന്നുണ്ട്. ഈ കോമൺ ടെർമിനലിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ബ്ലാക്ക് നോബ് അല്ലെങ്കിൽ ആ ഒരു ബ്ലാക്ക് പ്രോബ് നമ്മൾ കണക്ട് ചെയ്യേണ്ടത്. അതിനുശേഷം നമുക്ക് ഇവിടെ വരുന്നത് നമ്മുടെ ഈ ഓൾട്ടിമീറ്റർ, അതുപോലെ തന്നെ ഓമീറ്റർ എന്ന് പറഞ്ഞിട്ട് രണ്ടെണ്ണം വരുന്നുണ്ട് കേട്ടോ. ഇത് എന്നിട്ട് ദെൻ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു മില്ലി ആംപിയർ റേഞ്ചിലേക്കുള്ള കറണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഈ ഒരു റെഡ് പ്രോബ് നമുക്ക് ഇവിടെ പ്ലഗ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ, മെഷർ ചെയ്യാൻ പറ്റും. ഇല്ല, നമ്മൾ മെഷർ ചെയ്യുന്ന ഇപ്പോൾ 10 ആംപിയർ ആയിട്ട് കൂടുതൽ ആംപിയർ റേറ്റിംഗ്സ് ഉള്ളതാണെങ്കിൽ, കാരണം അത് ഇവിടെ ഫ്യൂസ് ചെയ്തിട്ടുണ്ടാവും. സോ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, അത് നമ്മൾ ഈ പ്രത്യേകിച്ച് ഈ റെഡ് നോബ് എവിടെ കണക്ട് ചെയ്യണം, ഇവിടെ കണക്ട് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, അത് അവിടെ മെഷർ ചെയ്യാം. കണ്ടോ, ഇവിടെ നമുക്ക് 10 ആംപിയർ വരുന്ന ആ ഒരു റീജിയനാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ നമുക്ക് വരുന്നത്. ഓക്കെ. അപ്പോൾ ഇത്രയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഈ ഒരു മൾട്ടിമീറ്ററിൽ നമുക്ക് പറയാനായിട്ട് വരുന്നത്. അപ്പോൾ ഇത്രയും നിങ്ങൾ നോക്കി വെച്ചേക്കുക. ഒരു ഡയോഡ് കിട്ടി കഴിഞ്ഞാൽ നമ്മൾ എവിടെ വെച്ച് ടെസ്റ്റ് ചെയ്യാം, നമുക്ക് ഒന്നുകിൽ ഈ ഒരു നോബിൽ വെച്ച് ടെസ്റ്റ് ചെയ്യാം. ഓക്കെ. ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇത് ചിലതിൽ കാണണമെന്നില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു നമ്മുടെ ഈ ഒരു റെസിസ്റ്റൻസ് മെഷർ ചെയ്യുന്ന ഓമീറ്റർ റേഞ്ചിൽ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതവിടെ മെഷർ ചെയ്യാൻ പറ്റും. പിന്നെ ഈ വന്നിട്ടുള്ള നമ്മുടെ ട്രാൻസിസ്റ്റേഴ്സിനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള നോബാണ് ഈ ഒരു നോബ് എന്ന് പറയുന്നത്. നോബല്ല, ഈ ഹോൾസ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് വരാം. അപ്പോൾ ഇനി എങ്ങനെ നമുക്ക് ഈ ഡയോഡ് ടെസ്റ്റ് ചെയ്യാൻ പറ്റും? ഡയോഡ് ടെസ്റ്റ് ചെയ്യാൻ സിമ്പിൾ ആണ്. കുറച്ച് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ. അപ്പോൾ നമ്മുടെ ഡയോഡ് നമ്മൾ നേരത്തെ കണ്ടു, മൾട്ടിമീറ്ററിന് പോസിറ്റീവ് ടെർമിനലും നെഗറ്റീവ് ടെർമിനലും ഉണ്ട്. അപ്പോൾ കാരണം ഒരു ഓമീറ്റർ എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു DC സോഴ്സ് അങ്ങോട്ട് കൊടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, മെഷർമെന്റ് അവിടെ ചെയ്യുന്നത്. എത്രയാണ് ഇതിന്റെ റെസിസ്റ്റൻസ് എന്ന്. സോ ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് ഇതിന്റെ റെസിസ്റ്റൻസ് മെഷർ നമ്മൾ കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, ഡയോഡിനെ ഫോർവേഡ് ബയാസിൽ കണക്ട് ചെയ്യുക. ഓക്കെ. ഫോർവേഡ് ബയാസിൽ. സോ നമ്മളിപ്പോൾ ഡയോഡ് എന്ത് ചെയ്യുന്നു, ഡയോഡിന്റെ ആനോഡ് പാർട്ട്
നമ്മുടെ മൾട്ടിമീറ്ററിന്റെ പോസിറ്റീവായിട്ട് കാഥോഡ് പാർട്ട് നെഗറ്റീവായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് ഫോർവേഡ് ബയാസിങ്ങിലേക്ക് എന്ത് ചെയ്യുന്നത് ഡയോഡ് അവിടെ നിൽക്കുന്നത്. ഓക്കെ. അപ്പോൾ ആ ഒരു സമയത്ത് ഇതിന്റെ റെസിസ്റ്റൻസ് വാല്യൂ, ഓക്കെ, ആ ഒരു സമയത്ത് ഇതിന്റെ റെസിസ്റ്റൻസ് വാല്യൂ 100 ഓമിനെക്കാട്ടിയും താഴോട്ടോ അല്ലെങ്കിൽ ആ 100 ഓമിന്റെ റേഞ്ചിലാണോ നിൽക്കുന്നതെങ്കിൽ, ഓക്കെ, 100 ഓം ആ ഒരു റേഞ്ച് ഒരുപാട് വാല്യൂ അല്ലാതെ അല്ലെങ്കിൽ ഒരു 100 ഒരു 1000 ഒക്കെ താഴോട്ടാണ് ആ വാല്യൂ നിൽക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് പറയാം, അത് ഫോർവേഡ് ബയാസിംഗ് ആണെന്ന് പറയാൻ പറ്റില്ല. ഡയോഡ് അവിടെ വർക്കിംഗ് പ്രോപ്പർലി. ഓക്കെ. അതായത് ഒന്നുകിൽ 100 ഓമിന് താഴെ അല്ലെങ്കിൽ ആ ഒരു 100 ഓമിന്റെ ആ ഒരു റേഞ്ചിൽ, ഓക്കെ, ഒരുപാട് കൂടാൻ പാടില്ല. 1 കിലോനെക്കാട്ടി കൂടാൻ പാടില്ല. അപ്പോൾ ആ ഒരു റേഞ്ച് നിൽക്കുന്ന സമയത്ത് നമുക്ക് എന്ത് പറയാൻ പറ്റും, അതവിടെ ഫോർവേഡ് ബയാസിംഗ് ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ. ഇൻ കേസ് ഇനി അങ്ങനെയല്ല, നമ്മൾ തിരിച്ച് കണക്ട് ചെയ്യുവാണ്, അതായത് നമ്മൾ റിവേഴ്സ് ബയാസിംഗിൽ ചെക്ക് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ റിവേഴ്സ് ബയാസിംഗിൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ എന്തായിരിക്കണം, റിവേഴ്സ് ബയാസിൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് അതിന്റെ റെസിസ്റ്റൻസ് വാല്യൂസ് ഹയർ ആയിരിക്കും. അതായത് 5000 ഓമിനെക്കാട്ടിയും കൂടുതലോ അല്ലെങ്കിൽ ഇൻഫിനിറ്റി ഓം ആയിരിക്കും എന്നതിന്റെ റെസിസ്റ്റൻസ് വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ അത്? അപ്പോൾ നമുക്ക് ഫോർവേഡ് ബയാസിൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഡയോഡിന്റെ റെസിസ്റ്റൻസ് വാല്യൂ വളരെ കുറവായിരിക്കണം. അതായത് എത്ര വരാവും, 100 ഓം അല്ലെങ്കിൽ ആ ഒരു റേഞ്ചിൽ ഉള്ള വാല്യൂസ് ആയിരിക്കും നമുക്ക് അവിടെ വരേണ്ടത്. ഇനി നമ്മൾ റിവേഴ്സ് ബയാസിലാണെങ്കിൽ നമുക്ക് ഹയർ ഒരു റെസിസ്റ്റൻസ് അവിടെ കാണിച്ചു തരാം. അത് നമുക്ക് ഓൾറെഡി അറിയാമല്ലോ. നമുക്ക് റിവേഴ്സ് ബയാസിംഗ് കണ്ടീഷൻ ആവുന്ന സമയത്ത് നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ റെസിസ്റ്റൻസ് വരുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഇത് നമ്മള് ഡയോഡ് എടുത്ത് വെച്ചിട്ട് നമ്മൾ അങ്ങോട്ട് ചെക്ക് ചെയ്ത് നോക്കിയതാണ് ഫോർവേഡ് എന്ന് റിവേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇല്ല, ഇപ്പൊ നമ്മൾ വെറുതെ ഇപ്പൊ ഒരു ഡയോഡ് നമ്മൾ ഇരിക്കുന്നു, നമുക്ക് അതിന്റെ കാഥോഡും ആനോഡും തിരിച്ചറിയാൻ പറ്റുന്നില്ല. ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, മൾട്ടിമീറ്റർ യൂസ് ചെയ്ത് ചെക്ക് ചെയ്യുന്നു. ചെക്ക് ചെയ്ത സമയത്ത് എനിക്ക് ഏകദേശം ഒരു 100 ഓം റേഞ്ചിലാണ് എനിക്ക് റെസിസ്റ്റൻസ് പറയുന്നത്. നമുക്ക് എന്ത് പറയാം, ഇപ്പൊ നമ്മൾ ചെക്ക് ചെയ്തതിൽ ആ പോസിറ്റീവ് കണക്ട് ചെയ്തിരിക്കുന്നതിന്റെ എന്താണ്, പോസിറ്റീവ് കണക്ട് ചെയ്തിരിക്കുന്നതിന്റെ ആനോഡ് പാർട്ട്, നെഗറ്റീവ് കണക്ട് ചെയ്തിരിക്കുന്നതിന്റെ കാഥോഡ് പാർട്ടുമാണ് നമുക്ക് ഇവിടെ പറയാൻ പറ്റും. ഓക്കെ, ആനോഡും കാഥോഡും. ദെൻ അതുപോലെ തന്നെ നമുക്കിനി തിരിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമ്മള് നോക്കുന്ന സമയത്ത് എനിക്കിപ്പോ ഇൻഫിനിറ്റി റെസിസ്റ്റൻസ് വന്നു. ഓക്കെ. അല്ലെങ്കിൽ 5000 കിലോ ഓമിനെക്കാട്ടിയും കൂടിയ റെസിസ്റ്റൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? അല്ലെങ്കിൽ 5000 ഓമിനെക്കാട്ടിയൊക്കെ കൂടിയ വാല്യൂസ് ആണ് വന്നതെങ്കിൽ എന്ത് പറയാം? അങ്ങനെ വന്നുവെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ദെൻ ഇറ്റ് ഈസ് കോൾഡ് ടു ബി റിവേഴ്സ് ബയാസിംഗ് കണ്ടീഷൻ. ഓക്കെ. റിവേഴ്സ് ബയാസിംഗ് നമുക്ക് അവിടെ പറയാനായിട്ട് സാധിക്കും. ഓക്കെ. അപ്പോൾ ആനോഡും കാഥോഡും. അപ്പോൾ ആനോഡ് ഇതെന്താ? ആനോഡ് പാർട്ട് എന്ന് പറയുന്നത് ആനോഡ് നെഗറ്റീവും അതുപോലെ തന്നെ കാഥോഡ് എന്താണ്? കാഥോഡ് നമുക്ക് അവിടെ സോറി, ആനോഡ് പോസിറ്റീവും കാഥോഡ് നെഗറ്റീവും ആണല്ലോ നമുക്ക് വരുന്നത്. ഓക്കെ. അപ്പൊ ആ ഒരു കേസ് ഒന്ന് നോക്കി വെച്ചേക്കുക കേട്ടോ. കറക്റ്റ് ആയിട്ട് നോക്കി വെച്ചേക്കുക. ഇതാണ് ഡയോഡിന്റെ ടെസ്റ്റിംഗ് നമുക്കിവിടെ പറയുന്നത്. ഓക്കെ. ഡയോഡിന്റെ ടെസ്റ്റിംഗ്. ഓക്കെ. അപ്പോൾ ഇത് കറക്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. കാരണം ഇപ്പോൾ നമുക്കൊരു സർക്യൂട്ടിൽ ഒരു ഡയോഡ് കിട്ടിക്കഴിഞ്ഞാലോ അതുപോലെ തന്നെ എന്തെങ്കിലും നമുക്ക് സർക്യൂട്ടിൽ ഇപ്പോൾ ചെക്ക് ചെയ്ത് നോക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഇത് യൂസ് ചെയ്തായിരിക്കും നമ്മൾ അവിടെ ചെക്ക് ചെയ്ത് നോക്കുന്നത്. അപ്പോൾ റെസിസ്റ്റൻസ് വാല്യൂ ഹയർ വരുന്നുണ്ടെങ്കിൽ, ഓക്കെ, ഹയർ വരുന്നുണ്ടെങ്കിൽ അത് എന്തായിരിക്കും, റിവേഴ്സ് ബയാസിങ്ങിനാണ് ഇരിക്കുന്നത്. ഇല്ല, ലോവർ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, അവിടെ ഫോർവേഡ് ബയാസിംഗ് ആണ്. അപ്പോൾ ഇത് രണ്ടും ഇങ്ങനെ ഹയറും ലോവറും വന്നാൽ മാത്രമേ ഡയോഡ് പ്രോപ്പർലി വർക്കിംഗ് എന്ന് പറയാൻ പറ്റൂ. ഓക്കെ. A lower resistance reading both ways common is diode is tested in the circuit. If the both resistance are reading high, then the diode is open. Okay, രണ്ട് റെസിസ്റ്റൻസ് റീഡിങ്സും നോക്കുന്ന സമയത്ത് ഹയർ വാല്യൂ വന്നെങ്കിൽ നമുക്ക് എന്താ പറയുക, ഡയോഡ് ഇവിടെ ഓപ്പൺ ആണെന്ന് പറയാൻ പറ്റും. ഇല്ല, നമ്മൾ എന്താ പറയുക, ഡയോഡ് ഇവിടെ ഷോർട്ടഡ് ആണെന്ന് പറയും. രണ്ടും ലോ ആണെങ്കിൽ നമ്മുടെ ഒരു കറക്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കണം, ആ നമ്മുടെ ഒരു ഡയറക്ഷൻ നോക്കുമ്പോൾ ലോ റെസിസ്റ്റൻസും മറ്റൊരു ഡയറക്ഷൻ നോക്കുമ്പോൾ ഹൈ റെസിസ്റ്റൻസ് വന്നാൽ നമുക്ക് എന്ത് പറയാം, ഡയോഡ് ഈസ് വർക്കിംഗ് പ്രോപ്പർലി എന്ന് പറയാനായിട്ട് സാധിക്കും. ഓക്കെ. അപ്പൊ ഇതാണ് എന്തെന്ന് പറയുന്നത്, നമ്മളെ ഡയോഡ്സ് എന്ന് പറയുന്നത്. ഇനി ഐഡിയൽ ഡയോഡ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ കൂടിയുണ്ട്. ഐഡിയൽ ഡയോഡ് എന്ന് വേറൊന്നുമില്ല, നമ്മൾ പറയുന്നുണ്ട് നമുക്ക് ഈ ഒരു ഡയോഡ് എന്ന് പറയുന്നത് എന്തായിരിക്കണം, സീറോ ഇന്റേണൽ റെസിസ്റ്റൻസ് ഒക്കെ ആയിരിക്കും നമ്മൾ പറയുന്നുണ്ട്. ഫോർവേഡ് ബയാസിംഗ് കണ്ടീഷനിൽ സീറോ ഇന്റേണൽ റെസിസ്റ്റൻസ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ റിവേഴ്സ് ബയാസിംഗ് കണ്ടീഷൻ എന്തായിരിക്കണം, ഇൻഫിനിറ്റി റെസിസ്റ്റൻസും ആയിരിക്കണം. അപ്പൊ ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്താൽ നമുക്ക് എന്ത് പറയാം, അതിനെ ഐഡിയൽ ഡയോഡ്സ് എന്ന് പറയാം. ഓക്കെ. അപ്പോൾ ഫോർവേഡ് ബയാസിംഗില് സീറോ റെസിസ്റ്റൻസും റിവേഴ്സ് ബയാസിംഗിൽ ഇൻഫിനിറ്റി റെസിസ്റ്റൻസും ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഇറ്റ് ക്യാൻ ബി കോൾഡ് ആസ് എ ഐഡിയൽ ഡയോഡ്. പ്രാക്ടിക്കലി ഇത്തരത്തിലുള്ള ഡയോഡ് എന്ത് ചെയ്യുന്നില്ല, അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. കാരണം നമുക്ക് പ്രാക്ടിക്കലി 100% ഐഡിയൽ എന്ന കണ്ടീഷൻ ഒരിക്കലും സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റില്ല. കാരണം അതിനകത്ത് തെർമൽ അജിറ്റേഷൻസും അങ്ങനെ ഒരുപാട് ഹീറ്റിന്റെ പ്രശ്നമൊക്കെ വരുന്നുണ്ട്. സോ അങ്ങനെ വരുന്ന സമയത്ത് എന്ത് ചെയ്യത്തില്ല, 100% ആയിട്ട് നമുക്ക് ഒരിക്കലും നല്ല രീതിയിൽ അല്ലെങ്കിൽ ഒരു ഐഡിയൽ ഡയോഡ് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കില്ല. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഡയോഡ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ പ്രാക്ടിക്കലൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ ഡയോഡ് എന്ത് ചെയ്യുക, മൾട്ടിമീറ്റേഴ്സ് യൂസ് ചെയ്ത് ഇതുപോലെ ചെക്ക് ചെയ്ത് നോക്കുക. അത് കറക്റ്റായിട്ട് വർക്കിംഗ് ആണോ എന്ന കേസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ മൾട്ടിമീറ്റർ യൂസ് ചെയ്ത് അതിൽ ഓം റേഞ്ച് സെലക്ട് ചെയ്യണം. ഓക്കെ. ഓം റേഞ്ച് ഇതാണ് ഓം റേഞ്ച് എന്ന് പറയുന്നത്. ഒന്നുകിൽ ഇത് സെലക്ട് ചെയ്യുക, ഇല്ല ഈ ഡയോഡിന്റെ ഒരു സിമ്പൽ ഉള്ളതാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം,
ഡയോഡിന്റെ സിമ്പൽ ഉള്ള ഒരു മൾട്ടിമീറ്റർ ആണെങ്കിൽ നമുക്ക് അതിനെ സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അനലൈസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് നമുക്ക് അവിടെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ടോപ്പിക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു ഡയോഡ് ടെസ്റ്റിംഗിൽ വരുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മുടെ ഈ ഒരു സെക്ഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ ടോപ്പിക് എന്ന് പറയുന്നത് ട്രാൻസിസ്റ്റേഴ്സിനെ കുറിച്ചാണ്. ഓക്കെ, ട്രാൻസിസ്റ്റേഴ്സ്. അപ്പോൾ എന്താണ് ട്രാൻസിസ്റ്റർ? ആദ്യം തന്നെ നമ്മൾ എന്താണ് ട്രാൻസിസ്റ്റർ, ആ വേർഡ് എന്താണ് ഉദ്ദേശിക്കുന്നത് നമ്മളോട് ആദ്യം നോക്കണം. ഓക്കെ, അപ്പോൾ ഈ ഒരു ട്രാൻസിസ്റ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ട് വേർഡ്സിന്റെ ഒരു കോമ്പിനേഷൻ ആണ്. ഓക്കെ, ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത് ടു വേർഡ്സിന്റെ എന്താണ് കോമ്പിനേഷൻ ആണ്. അതായത് ഇപ്പോൾ ഇവിടെ ട്രാൻസ് ആൻഡ് റെസിസ്റ്റേഴ്സ്. ഓക്കെ, അതായത് ഇതിന്റെ ഫുൾ ഫോം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്ഫർ റെസിസ്റ്റൻസ് ആണ്. ഓക്കെ, ട്രാൻസ്ഫർ റെസിസ്റ്റൻസ് എന്നാണ് എന്തെന്ന് പറയുന്നത് ഇതിന്റെ ഫുൾ ഫോം. അപ്പോൾ ഒരു എന്ത് ചെയ്യുക, റെസിസ്റ്റൻസ് ട്രാൻസ്ഫർ ചെയ്യുക, ടു ട്രാൻസ്ഫർ റെസിസ്റ്റൻസ്, അതാണ് എന്ത് പറയുന്നത് ട്രാൻസിസ്റ്റേഴ്സിന്റെ ഫുൾ ഫോം. അപ്പോൾ നമുക്ക് ഡയോഡ് വന്നു, ഡയോഡിന്റെ ഒരു കോമ്പിനേഷൻ ആണ് ശരിക്കും എന്ന് പറയുന്നത്. രണ്ട് ഡയോഡ്സ് അങ്ങനെ നമ്മൾ രണ്ട് ഡയോഡ്സ് രണ്ട് പി എൻ ജംഗ്ഷൻസ് നമ്മൾ കാസ്കേഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ട്രാൻസിസ്റ്റേഴ്സ് നിർമ്മിക്കാൻ പറ്റും. ബൈപോളാർ ജംഗ്ഷൻ ബി ജെ ടി ട്രാൻസിസ്റ്റേഴ്സ് നമുക്ക് നിർമ്മിക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഈ ഒരു ട്രാൻസിസ്റ്റർ വന്നതോടെയാണ് നമുക്ക് ശരിക്കും ഇലക്ട്രോണിക്സിൽ ഒരു റെവല്യൂഷൻ നമുക്ക് വന്നത്. കാരണം പിന്നീട് നമുക്കൊന്ന് ഐസീസ് എന്ന് പറയുന്ന ഈ ട്രാൻസിസ്റ്റേഴ്സിന്റെ എന്താണ് ട്രാൻസിസ്റ്റേഴ്സിന്റെ ഒരു കോമ്പിനേഷൻ അല്ലെങ്കിൽ ഒരു ഇന്റഗ്രേഷൻ ആണ് നമുക്കിവിടെ പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ട്രാൻസിസ്റ്റേഴ്സ് വന്നതോടെ എന്ത് ചെയ്തു, ഒരുപാട് രീതിയിൽ നമുക്ക് ഈ ഒരു ഡെവലപ്മെന്റ്സ് എന്ന് പറയുന്നത് അഡ്വാൻസ്ഡ് മെത്തേഡ്സ് ടെക്നോളജീസ് അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ മുമ്പ് യൂസ് ചെയ്തുകൊണ്ടിരുന്ന അത്തരത്തിലുള്ള വാക്യൂം ട്യൂബ്സിനെയൊക്കെ റീപ്ലേസ് ചെയ്യാൻ എന്ത് ചെയ്തു, നമ്മൾ ഈ ഒരു ട്രാൻസിസ്റ്റേഴ്സ് നമുക്ക് മാർക്കറ്റിൽ വന്നു തുടങ്ങിയത്. ഓക്കെ, അപ്പോൾ അത് വന്നതോടുകൂടി നമുക്ക് ഈ റേഡിയോസിന്റെയും കമ്പ്യൂട്ടേഴ്സിന്റെയും അതുപോലത്തെ ഇലക്ട്രോണിക് ഇൻസ്ട്രുമെന്റിന്റെ ഒക്കെ സൈസുകൾ എന്ത് ചെയ്യാൻ പറ്റി, കുറയ്ക്കാനായിട്ട് സാധിച്ചു. ഓക്കെ, മുൻപത്തെ റേഡിയോസ് ഒക്കെ നല്ല ബൾക്കി സൈസ് ആയിരുന്നു. അപ്പൊ ഇപ്പോഴത്തെ ഒരു ഇപ്പോഴത്തെ അല്ല ശരിക്കും ട്രാൻസ്ട്രൈസ്ഡ് ആയിട്ടുള്ള കുറച്ചുകൂടി മുൻകാലങ്ങളായിരുന്നു. ഇപ്പൊ നമുക്കെല്ലാം ഐസീസ് ആണല്ലോ. അപ്പൊ ആ ഒരു സമയത്തുള്ള റേഡിയോ പിന്നെ എന്ത് ചെയ്തു, സൈസ് കുറഞ്ഞു കുറഞ്ഞ് അവിടെ എന്ത് ചെയ്യാൻ പറ്റി, കൊണ്ടുവരാനായിട്ട് സാധിച്ചു. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ട്രാൻസ്ലേഷൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ നമ്മൾ അവിടെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. പിന്നെ ഒരുപാട് രീതിയിലുള്ള ട്രാൻസിസ്റ്റേഴ്സ് അവിടെ എന്ത് ചെയ്തു, ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ തന്നെ നമുക്ക് മാർക്കറ്റിൽ പല ഡിഫറെന്റ് വെറൈറ്റീസ് ട്രാൻസിസ്റ്റേഴ്സ് അവൈലബിൾ ആണ്. പല പർപ്പസ് നമ്മൾ ട്രാൻസിസ്റ്റേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. ആംപ്ലിഫിക്കേഷൻ, സ്വിച്ചിങ്, അതുപോലെ തന്നെ എന്താ മോഡുലേഷൻ, ഇങ്ങനെ പല രീതിയിൽ എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ ട്രാൻസിസ്റ്റേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ ട്രാൻസിസ്റ്റേഴ്സിന്റെ ആപ്ലിക്കേഷൻ ഒക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. നമുക്ക് ഇതിൽ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് അറിയാനില്ല. നമുക്ക് ഇതിലിപ്പോ ഒരു മീഡിയം ലെവലിൽ മാത്രമേ എന്ത് ചെയ്യാനായിട്ടുള്ളൂ, പഠിക്കാനായിട്ടുള്ളൂ ട്രാൻസിസ്റ്റേഴ്സിനെ കുറിച്ചിട്ട്. എന്താണ് ട്രാൻസിസ്റ്റേഴ്സ് എന്നും അതുപോലെ തന്നെ അതിന്റെ ആ ഒരു വർക്കിംഗ് എങ്ങനെയാണ് വരുന്നത് എന്നൊരു കുറച്ച് കുറച്ച് കേസ് നോക്കണം. പിന്നെ ഒന്ന് രണ്ട് ടൈപ്പ് ഓഫ് ട്രാൻസിസ്റ്റേഴ്സ് ഡീറ്റെയിൽ ആയിട്ട് വേണ്ട, ജസ്റ്റ് എന്താണെന്ന് മാത്രം ഒന്ന് അറിഞ്ഞിരുന്നാൽ മതിയാവും. ഓക്കെ, അപ്പോൾ ട്രാൻസിസ്റ്റേഴ്സിന്റെ മെയിൻ ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് രണ്ട് രീതിയിൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഒന്ന് ആംപ്ലിഫയേഴ്സ്, എന്തിനായിരിക്കും, നമ്മളൊരു സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡ് ഇൻക്രീസ് ചെയ്യാനായിട്ട്. നമ്മളിപ്പോൾ സംസാരിക്കുന്ന വോയിസ് തന്നെ നമുക്കിപ്പോൾ ഒരു ലൗഡ് സ്പീക്കർ കേൾക്കണമെങ്കിൽ, ഇപ്പോൾ ഒരു പബ്ലിക് സ്പീക്കിംഗ് നടക്കുന്ന സമയത്തോ, ഓക്കെ, നമ്മൾ കോളേജിലൊക്കെ നമ്മൾ പ്രോഗ്രാം നടക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, ആംപ്ലിഫയേഴ്സ് യൂസ് ചെയ്ത് സ്പീക്കറിലോട് കൊടുക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ യൂസ് ചെയ്യുന്നത് എന്തായിരിക്കും, ട്രാൻസിസ്റ്റേഴ്സ് നമ്മളവിടെ യൂസ് ചെയ്യുന്നത്. then മറ്റൊരു പർപ്പസ് എന്ന് പറയുന്നത് ഈ ഒരു സ്വിച്ചസ് ആയിട്ട് കൊടുക്കുകയാണ്. നമ്മൾ ഈ ക്രിസ്മസ് ടൈമിലൊക്കെ യൂസ് ചെയ്യുന്ന ലൈറ്റുകൾ, അതുപോലെ നമ്മുടെ വാർണിംഗ് ലൈറ്റ്. ഓക്കെ, അപ്പോൾ അതിങ്ങനെ ഓൺ ആയി ഓഫ് ആയി നിൽക്കുന്നുവല്ലോ. അപ്പോൾ അതിനൊക്കെ ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ട്രാൻസിസ്റ്റേഴ്സ് നമുക്ക് അവിടെ യൂസ് ചെയ്യാം. ഓട്ടോമേഷന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ട്രാൻസിസ്റ്റേഴ്സ് യൂസ് ചെയ്യാം. ഓണും ഓഫും ഒക്കെ ആക്കാൻ വേണ്ടി അതായത് കറണ്ട് ഫ്ലോ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ട്രാൻസിസ്റ്റേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് ട്രാൻസിസ്റ്റേഴ്സിന്റെ ഒരു മെയിൻ യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് നമ്മൾ ട്രാൻസിസ്റ്റർ എന്ന ആ ഒരു വേർഡ് എവിടെ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്ത് വന്നതെന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇതില് ഈ ഒരു ട്രാൻസിസ്റ്റേഴ്സ് എന്ന് പറയുന്ന വേർഡ് ശരിക്കും രണ്ട് വേർഡ്സിന്റെ ഒരു കോമ്പിനേഷൻ ആണ്. എന്താണ്, ദാറ്റ് മീൻസ് ട്രാൻസ് മീൻസ് ട്രാൻസ്ഫർ ആൻഡ് ഇൻസ്റ്റർ മീൻസ് റെസിസ്റ്റേഴ്സ്. ഓക്കെ, അപ്പോ ട്രാൻസ്ഫർ ഓഫ് റെസിസ്റ്റൻസ് ആണ് എന്തെന്ന് പറയുന്നത് ട്രാൻസിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്, ഫ്രം ദ ഇൻപുട്ട് ടെർമിനൽ ടു ദ ഔട്ട്പുട്ട് ടെർമിനൽ. ഇൻപുട്ട് ടെർമിനലിൽ നിന്നും ഔട്ട്പുട്ട് ടെർമിനലിലോട്ട് എന്ത് ചെയ്യുക, റെസിസ്റ്റൻസ് ട്രാൻസ്ഫർ ചെയ്യുക. ആ ഒരു പ്രോസസ് ആണ് ആര് ചെയ്യുന്നത്, നമ്മൾ ട്രാൻസിസ്റ്റേഴ്സ് ചെയ്യുന്നത്. ഓക്കെ, the resistance across the input terminal is called input resistance, and the between output resistance can be controlled by changing the voltage given to the transistor terminals. Okay, അപ്പോൾ ഈ ട്രാൻസിസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഒരു 3 ടെർമിനൽ ഡിവൈസ് ആണ്. ഓക്കെ, അപ്പോൾ ഒരു ഇൻപുട്ട് സെക്ഷൻ ഉണ്ടാവും, ഒരു ഔട്ട്പുട്ട് സെക്ഷൻ ഉണ്ടാവും, പിന്നെ നമുക്ക് അതിന് എന്ത് ചെയ്യാൻ പറ്റും, വോൾട്ടേജിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതായത് വോൾട്ടേജ് കൺട്രോൾ ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ഇൻപുട്ട് റെസിസ്റ്റൻസും ഔട്ട്പുട്ട് റെസിസ്റ്റൻസും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൽ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു പ്രോസസ്സ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആംപ്ലിഫിക്കേഷൻ, സ്വിച്ചിങ്, ഇങ്ങനത്തെ പ്രോസസ്സ് ഒക്കെ അവിടെ നടത്തുന്നത്. ഓക്കെ, അപ്പോൾ അത് കറക്റ്റ് ആയിട്ട് നോക്കുക. നമുക്ക് ഇതിൽ ഫസ്റ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യേണ്ടത് ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റേഴ്സ് ആണ്. ഓക്കെ, ബൈപോളാർ ജംഗ്ഷൻ
ട്രാൻസിസ്റ്റേഴ്സ്. അപ്പൊ ഇതില് എന്തിനാണ് ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളെ ട്രാൻസിസ്റ്റേഴ്സ് ഞാൻ പറഞ്ഞു 3 ടെർമിനൽ ഡിവൈസ് എന്ന് പറഞ്ഞു. അപ്പൊ 3 ടെർമിനൽ ഡിവൈസ് ആണെങ്കിൽ ഇതിൽ കോമൺലി നമുക്ക് 3 ആഹ് സെമി കണ്ടക്ടർ മെറ്റീരിയൽസ് നമ്മളിവിടെ യൂസ് ചെയ്യും. ഓക്കെ. ഇതാണ് നമ്മളൊരു ട്രാൻസിസ്റ്ററിന്റെ ഇതെന്ന് പറയുന്നത്. നമുക്ക് ഇത് നമ്മൾ പി എൻ ജംഗ്ഷൻ ഡയോഡാ. ഓക്കെ. ഇനി ഒന്നുകൂടി നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ കണക്ട് ചെയ്യണം. ഓക്കെ. ഒന്നുകൂടി ഇവിടെ കണക്ട് ചെയ്യണം. ഓക്കെ കണ്ടോ? അപ്പൊ ഇത് ഒരു പി എൻ ജംഗ്ഷൻ ഉണ്ടോ? ഒരു പി എൻ ജംഗ്ഷൻ ഇവിടെ ഫോം ചെയ്തു. ഇവിടെ മറ്റൊരു പി എൻ ജംഗ്ഷൻ ഫോം ചെയ്തു. ഓക്കെ. അപ്പൊ നമുക്ക് പറയാം 2 പി എൻ ജംഗ്ഷൻ അതാണ് ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ബിജെടി. ഓക്കെ. എന്തെന്ന് പറയാം? ബിജെടി ഓർ ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റേഴ്സ്. കാരണം അവിടെ എന്തുണ്ട്? 2 ജംഗ്ഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ വരുന്നുണ്ട്. ഓക്കെ. ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റേഴ്സ്. അപ്പൊ നമ്മള് പി ടൈപ്പ് മെറ്റീരിയൽസും എൻ ടൈപ്പ് മെറ്റീരിയൽസും കാസ്കേഡ് ചെയ്ത് വെച്ചാണ് എന്ത് ചെയ്യുന്നത്? നമ്മള് ഈ ഒരു ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റേഴ്സ് അല്ലെങ്കിൽ ബിജെടി നമ്മളിവിടെ നിർമ്മിക്കുന്നത്. സോ നമുക്കിനി അതിൽ നോക്കാം എങ്ങനെയാണ് നമ്മുടെ ബിജെടിയുടെ നിർമ്മാണം അല്ലെങ്കിൽ എങ്ങനെയാണ് അത് കൺസ്ട്രക്ട് ചെയ്യുന്നത്. സോ ഒരു ബിജെടി നമ്മൾ 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എൻപിഎൻ എന്നും അതുപോലെ തന്നെ പിഎൻപി എന്നും. ഓക്കെ. എന്തെന്ന്? എൻപിഎൻ ആൻഡ് ഓൾസോ പിഎൻപി. ഓക്കെ. അപ്പൊ നമ്മൾ ആദ്യം ഒരു 2 എൻ ടൈപ്പ് മെറ്റീരിയലിന്റെ സെന്ററിൽ ഒരു പി ടൈപ്പ് മെറ്റീരിയൽ കാസ്കേഡ് ചെയ്ത് വെക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സാൻഡ്വിച്ച് ചെയ്ത് വെക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇറ്റ് ക്യാൻ ബി കോൾഡ് ആസ് എൻപിഎൻ ട്രാൻസിസ്റ്റേഴ്സ്. ദ 2 എ പി ടൈപ്പ് മെറ്റീരിയൽ ഈസ് സാൻഡ്വിച്ച്ഡ് ബിറ്റ്വീൻ 2 എൻ ടൈപ്പ് മെറ്റീരിയൽ. ഓക്കെ. 2 എൻ ടൈപ്പ് മെറ്റീരിയലിന്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ട് എന്ത് വെക്കുന്നു? ഒരു പി ടൈപ്പ് മെറ്റീരിയൽ കണക്ട് ചെയ്യുന്നു. ഇനി അതേസമയം എൻപിഎൻ ട്രാൻസിസ്റ്റേഴ്സ് ആണെങ്കിൽ എന്താണ്? ദ എൻപിഎൻ ട്രാൻസിസ്റ്റേഴ്സ് ഇൻ ദ കേസ് ഓഫ് എൻപിഎൻ ട്രാൻസിസ്റ്റർ a n-type material is sandwiched between two p-type semiconductors. p-type semiconductor materials. ഓക്കെ. അപ്പോ നമുക്ക് ഒരു എൻ ടൈപ്പ് മെറ്റീരിയൽ എന്ന് വെച്ചാൽ 2 എൻ ടൈപ്പ് മെറ്റീരിയൽസിന് നടുക്ക് ഒരു പി ടൈപ്പ് വെക്കുന്നതാണ് എൻപിഎൻ ആൻഡ് ഓൾസോ പിഎൻപി മീൻസ് എന്താണ്? 2 പി ടൈപ്പ് മെറ്റീരിയലിന്റെ സെന്ററിൽ എന്ത് വെക്കുന്നു? ഒരു എൻ നമ്മളിവിടെ വയ്ക്കുന്നുണ്ട്. ഓക്കെ. എൻ ടൈപ്പ് മെറ്റീരിയൽ അവിടെ വയ്ക്കുന്നു. അപ്പൊ ഇനി നമ്മൾ അറിയേണ്ടത് ഒരു ട്രാൻസിസ്റ്ററിൽ ഉണ്ടാകുന്ന 3 ടെർമിനൽസ് എന്തൊക്കെയാണെന്നാണ്. ഓക്കെ. ഒരു ട്രാൻസിസ്റ്ററിനെ സംബന്ധിച്ച് അതിന് 3 ടെർമിനൽസ് ആണ് അതിൽ വരുന്നത്. ഓക്കെ. ഒരു ബിജെടി ട്രാൻസിസ്റ്ററിന് 3 ടെർമിനൽസ് എന്ത് ചെയ്യുന്നുണ്ട്? അതിനവിടെ വരുന്നുണ്ട്. അപ്പൊ ഒന്നാമത്തെ ടെർമിനൽ എന്ന് പറയുന്നത് നമുക്ക് പറയാം കളക്ടർ, ബേസ്, എമിറ്റർ ഓർ എമിറ്റർ, ബേസ്, കളക്ടർ. ഓക്കെ. എന്തൊക്കെയാണ്? എമിറ്റർ വരുന്നുണ്ട്, ബേസ് വരുന്നുണ്ട്, കളക്ടർ വരുന്നുണ്ട്. ഓക്കെ. മനസ്സിലായോ? എമിറ്റർ, ബേസ് ആൻഡ് കളക്ടർ. ഇവിടെ ഒരു പി എൻ ജംഗ്ഷൻ ഫോം ചെയ്യും, ഇവിടെ ഒരു പി എൻ ജംഗ്ഷൻ ഫോം ചെയ്യും. ഓക്കെ. അപ്പൊ ഈ കാണിച്ചിട്ടുള്ള ഒരു സിമ്പിൾ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എൻ പി എൻ ട്രാൻസിസ്റ്റേഴ്സും പി എൻ പി ട്രാൻസിസ്റ്റേഴ്സും നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് അറിയണം. നമുക്ക് രണ്ടിന്റെ ആപ്ലിക്കേഷൻസ് ഒക്കെ സെയിം തന്നെയാണ്. പക്ഷെ ഇവര് നമ്മൾ ബയാസിങ് ചെയ്യും. ബയാസിങ് മീൻസ് ഇവര് നമ്മൾ പൊളാരിറ്റി കണക്ട് ചെയ്യും. അല്ലെങ്കിൽ നമ്മുടെ ബാറ്ററി സോഴ്സ് വഴി കണക്ട് ചെയ്യുന്ന പ്രോസസ് ആണ് നമ്മൾ ബയാസിങ് എന്ന് പറയുന്നത്. 2 രീതിയിലാണ് കണക്ഷൻസ് വരുന്നത്. എൻ പി എൻ ട്രാൻസിസ്റ്റേഴ്സ് എന്നും പി എൻ പി ട്രാൻസിസ്റ്റർ. ഓക്കെ. അപ്പൊ ഇതിൽ നമ്മുടെ സിമ്പിൾ ഇതാണ് വരുന്നത്. അതായത് എന്ത് ചെയ്യുന്നു? നമുക്ക് എൻ പി എനും പി എൻ പിക്കും സെപ്പറേറ്റ് ആയിട്ട് 2 സിമ്പിൾസ് ഉണ്ട് കേട്ടോ. അപ്പൊ അത് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ശരിക്കും ഈ ഒരു എമിറ്റർ റീജിയൻ കണ്ടല്ലോ. കളക്ടർ, ബേസ്, എമിറ്റർ അല്ലെങ്കിൽ എമിറ്റർ, ബേസ്, കളക്ടർ ഈ ബേസ് എന്ന് വിളിക്കാം. ഓക്കെ. അപ്പൊ അതില് ഈ ഒരു എമിറ്റർ റീജിയനിലെ ആരോ നിങ്ങൾ ശ്രദ്ധിക്കുക. എൻ-പി-എൻ ട്രാൻസിസ്റ്റേഴ്സ് ആണെങ്കിൽ ആരോ എങ്ങോട്ടായിരിക്കും? ആരോ ഔട്ട്സൈഡ് ആയിരിക്കും. പി-എൻ-പി ട്രാൻസിസ്റ്റേഴ്സ് ആണെങ്കിൽ എമിറ്ററിലെ ആരോ ഇൻസൈഡിലോട്ടായിരിക്കും കാണിച്ചിരിക്കുന്നത്. കണ്ടോ? ഈ 2 ഇത് വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നത്? ട്രാൻസിസ്റ്റേഴ്സിനെ തിരിച്ചറിയുന്നത്. അപ്പോ എൻ-പി-എന്നിലാണെങ്കിൽ എന്ത് ചെയ്യുന്നു? ഔട്ട്സൈഡിലോട്ടും പി-എൻ-പി ആണെങ്കിൽ ഇൻസൈഡിലോട്ടും ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? അത് പി-എൻ-പി ആണെന്ന് പറയാം. എമിറ്ററിലെ ആരോ വെച്ച് നമ്മൾ എന്ത് ചെയ്യും? അതിനെ അവിടെ കമ്പയർ ചെയ്യാറുണ്ട്. ഓക്കെ. അപ്പൊ പിന്നെ ഒരു സൈസ് വെച്ച് പറയുവാണെങ്കിൽ എമിറ്ററിന്റെ സൈസ് കളക്ടർ ആണ് ഏറ്റവും ലാർജർ സൈസ് എന്ന് പറയുന്നത്. ഓക്കെ. ലാർജർ സൈസ് കളക്ടർ ആണ്. ദെൻ എമിറ്റർ അതിനെക്കാട്ടി കുറച്ചുകൂടി സൈസ് കുറവായിരിക്കും. അതായത് നമ്മുടെ ഈ ഒരു ബേസ് റീജിയൻ വളരെ ലൈറ്റ്ലി ആയിരിക്കും. ഓക്കെ. വളരെ തിൻ ആയിരിക്കും. ഓക്കെ. നാരോ ആയിരിക്കും. അത് നമ്മുടെ പി-എൻ-പി ആയാലും എൻ-പി ആയാലും അതനുസരിച്ച് നമ്മളിവിടെ ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് 3 ടെർമിനൽസ് ആണ് എന്ത് ഒരു ട്രാൻസിസ്റ്ററിൽ വരുന്ന എമിറ്റർ, ബേസ്, കളക്ടർ. ദെൻ പി-എൻ-പി ആണെങ്കിൽ എമിറ്ററിലെ ആരോ ഇൻസൈഡ് ആയിരിക്കും. എൻ-പി-എൻ ആണെങ്കിൽ ആരോ എവിടെയായിരിക്കും? പുറത്തോട്ടായിരിക്കും കാണിച്ചിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് 2 ക്ലാസിഫിക്കേഷൻ ബിജെടി, എൻ-പി-എൻ ആൻഡ് പി-എൻ-പി. ഓക്കെ. അപ്പോൾ നമ്മുടെ ഒരു ക്രോസ് സെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് അതിന്റെ ക്രോസ് സെക്ഷൻ ആയിട്ട് കാണാൻ പറ്റുന്നത്. സോ ഇതവിടെ കളക്ടർ റീജിയൻ ആണ്. ഇതൊരു എൻ-പി-എൻ ട്രാൻസിസ്റ്റർ. ഇത് കളക്ടർ റീജിയൻ, ദെൻ ഇത് ബേസ് റീജിയൻ ആൻഡ് ദിസ് ഈസ് എമിറ്റർ റീജിയൻ. ഓക്കെ. അപ്പൊ ഇത് നമ്മളോട് കറക്റ്റ് ആയിട്ട് നോക്കി വെച്ചേക്കുക. എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ബിജെടി അല്ലെങ്കിൽ ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ കൺസ്ട്രക്ട് ചെയ്യുന്നത്. അപ്പോൾ ടിപ്പിക്കലി നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് 3 ടെർമിനൽസ് അവിടെ അറിയാൻ പറ്റും. ഓക്കെ. ഇതുപോലെ നമ്മളൊരു ട്രാൻസിസ്റ്റർ വരുന്നത്. ഓക്കെ. ഈ ഒരു ട്രാൻസിസ്റ്റർ മീൻസ് നമുക്ക് ഏകദേശം ഇങ്ങനെ ഇരിക്കും. ഓക്കെ. 3 ടെർമിനൽസ് അവിടെ ഉണ്ടാവും.
എമിറ്റർ, ബേസ്, കളക്ടർ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ. മെറ്റൽ ക്യാപ്ഡ് ആയിട്ടുള്ള ട്രാൻസിസ്റ്റേഴ്സ് ഉണ്ട്. പല രീതിയിലുള്ള ട്രാൻസിസ്റ്റേഴ്സ് അവൈലബിൾ ആണ്. ഓക്കെ. ട്രാൻസിസ്റ്റേഴ്സ് പല രീതിയിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ കൂടുതലായിട്ട് നമുക്ക് ഈ ടെർമിനൽസ് എല്ലാം ചിലപ്പോൾ എമിറ്റർ, ബേസ്, കളക്ടർ എന്ന് വരണമെന്നില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ജസ്റ്റ് ഗൂഗിളിൽ പോയിട്ട് നമ്മളതിന്റെ ഡാറ്റ ഷീറ്റ് സെർച്ച് ചെയ്ത് ഇപ്പോൾ സാധാരണ നമ്മൾ യൂസ് ചെയ്തൊരു ട്രാൻസിസ്റ്റർ DC547 എന്ന് പറഞ്ഞ ട്രാൻസിസ്റ്റർ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. കോമൺലി നമ്മുടെ ലാബിലൊക്കെ യൂസ് ചെയ്യുന്നത് നമ്മൾ സർക്യൂട്ട് ഒക്കെ നിർമ്മിക്കാൻ വേണ്ടി യൂസ് ചെയ്ത കോമൺലി യൂസ് ചെയ്യുന്ന ട്രാൻസിസ്റ്റർ BC547. അപ്പോൾ അത് ജസ്റ്റ് നമ്മൾ ഗൂഗിളിൽ പോയിട്ട് BC547ന്റെ ഡാറ്റ ഷീറ്റ് സെർച്ച് ചെയ്തതോടെ നമുക്ക് എന്ത് വരും? ഡാറ്റ ഷീറ്റ് അവിടെ ഒബ്സർവ് ചെയ്യാൻ പറ്റും. അതിനകത്ത് ഈ ഒരു ട്രാൻസിസ്റ്റർ സംബന്ധിച്ച് എല്ലാ വിവരങ്ങളും അതിൽ കൊടുത്തിരിക്കും. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിൽ നിന്ന് ഇതിന്റെ ടെർമിനൽസ് ഒക്കെ ഏതാണെന്നൊക്കെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. അപ്പോൾ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ ടെർമിനൽസ് ഐഡന്റിഫൈ ചെയ്യാം. ദെൻ പല ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് ട്രാൻസിസ്റ്റേഴ്സ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? മാർക്കറ്റിൽ ഇപ്പോൾ അവൈലബിൾ ആകുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഇതില് നമ്മൾ നോക്കേണ്ടത് NPN ആയാലും PNP ആയാലും ഇതില് കോമൺലി ഉണ്ടാകുന്ന 3 കേസസ് എന്താണ്? എമിറ്റർ സെക്ഷൻ ഉണ്ടാവും, ബേസ് സെക്ഷൻ ഉണ്ടാവും, കളക്ടർ സെക്ഷൻ ഉണ്ടാവും. ഓക്കെ. എമിറ്റർ ഉണ്ട്, ബേസ് ഉണ്ട്, കളക്ടർ ഉണ്ട്. അപ്പൊ ദേ ഇവിടെ ഞാൻ ഈ ഒരു ടോപ്പിക്കിൽ പറഞ്ഞിരിക്കുന്നത് ഞാൻ തൊട്ട് മുൻപേ പറഞ്ഞ കേസ് തന്നെയാണ്. നമുക്ക് എന്ത് ചെയ്തു? എങ്ങനെയാണ് PNP വരുന്നത്? അതുകൊണ്ട് NPN വരുന്നത്. എങ്ങനെയാണ് PNP വരുന്നത്? The P-type material semiconductor layer is sandwiched between two N layers. Okay, transistor is known as NPN. And also N layer is sandwiched between two P layers. The transistor is known as PNP. Okay, that is transistor can be made either from silicon or ജെർമേനിയം. ജെർമേനിയം വെച്ചിട്ടോ സിലിക്കൺ വെച്ചിട്ടോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ട്രാൻസിസ്റ്റേഴ്സ് നിർമ്മിക്കാൻ പറ്റും. ഓക്കെ. അപ്പോൾ ട്രാൻസിസ്റ്ററിൽ ഉണ്ടാവുന്ന 3 റീജിയൻസ് എന്തൊക്കെയാണ്? എമിറ്റർ, ബേസ് ആൻഡ് ഓൾസോ കളക്ടർ. ഇത് 3 റീജിയൻസിനെ കുറിച്ച് സെപ്പറേറ്റ് അറിഞ്ഞിരിക്കണം. ചില സമയത്ത് 2 മാർക്ക് ക്വസ്റ്റ്യൻസിലൊക്കെ ചോദിക്കും. വാട്ട് യു മീൻ ബൈ എമിറ്റർ സെക്ഷൻ, ബേസ് സെക്ഷൻ ആൻഡ് കളക്ടർ സെക്ഷൻ. അപ്പോൾ എമിറ്റർ സെക്ഷൻ എന്താണ്? ഫസ്റ്റ് നമ്മൾ കണ്ടത് നമ്മുടെ എമിറ്റർ സെക്ഷൻ. ദിസ് റീജിയൻ ഓഫ് ദ ട്രാൻസിസ്റ്റർ എമിറ്റ് ചാർജ് കാരിയേഴ്സ്. ഓക്കെ. ചാർജ് കാരിയേഴ്സിനെ എമിറ്റ് ചെയ്യുന്ന സെക്ഷനാണ് നമ്മൾ എമിറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ ഒരു പേര് കൊടുത്തിരിക്കുന്നത് എമിറ്റർ എന്ന് പറഞ്ഞിട്ട്. ഇറ്റ് ഈസ് മോർ ഹെവിലി ഡോപ്ഡ് ഇൻ കമ്പയർ ടു അതർ 2 റീജിയൻ. ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ വളരെ കൂടുതലാണ് നമ്മുടെ ഈ ഒരു എമിറ്റർ റീജിയനിൽ. അതുപോലെ തന്നെ ഫിസിക്കൽ സൈസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? വിച്ച് ഈസ് ബിറ്റ്വീൻ കളക്ടർ ആൻഡ് ബേസ്. കളക്ടറിനും ബേസിനും കാട്ടിയും ഒരു ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള ഒരു സൈസ് ആണ് ഫിസിക്കൽ സൈസ്. ഓക്കെ. അതാണ് അതിന്റെ ഒരു സൈസ് എമിറ്റർ സെക്ഷന്റെ. ഇനി ബേസ് നോക്കിയാലോ? ബേസ് എന്ന് വെച്ചാൽ സെന്ററിൽ വരുന്ന പോർഷൻ ആണ്. നമ്മൾ ആ ഒരു സെന്റർ റീജിയൻ ആണ് നമ്മൾ ബേസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ. ഇത് എമിറ്റർ ആണ്. ദെൻ ഇവിടെ വരുന്നതാണ് നമ്മുടെ ബേസ് എന്ന് പറയുന്നത്. പിന്നെ എന്ത് ചെയ്യും? അവിടെ കളക്ടർ വരുന്നുണ്ട്. കണ്ടോ? ഇത് B, C. ഓക്കെ. അപ്പൊ അതിൽ ആ ബേസ് റീജിയൻ എന്ന് വെച്ചാൽ മിഡിൽ ഓഫ് ദ റീജിയൻ ആണ്. മിഡിൽ റീജിയൻ ആണ് ട്രാൻസിസ്റ്ററിന്റെ. ലൈറ്റ്ലി ഡോപ്ഡ് ആയിരിക്കും. ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ വളരെ കുറവായിരിക്കും. അതുപോലെ തന്നെ അതിന്റെ സൈസ് എന്തായിരിക്കും? വളരെ തിൻ ആയിരിക്കും. ദെൻ അതുപോലെ തന്നെ അതിന്റെ പ്രോസസ് എന്ന് വെച്ചാൽ എന്താണ്? ഈ ഒരു റീകോമ്പിനേഷൻ നടന്നു വരുന്ന കുറച്ച് ചാർജ് കാരിയേഴ്സ് വരും. ഓക്കെ. അതിനെ എന്ത് ചെയ്യുക? അതിനെ അക്സെപ്റ്റ് ചെയ്യുക. ഓക്കെ. ബാക്കിയെല്ലാം എന്ത് ചെയ്യണം? അങ്ങോട്ട് നമ്മുടെ കളക്ടർ റീജിയനിലോട്ട് ബൈപ്പാസ്. നമുക്ക് ഇതിന്റെ വർക്കിംഗ് പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും എങ്ങനെയാണ് ആ ഒരു ബേസ് ഒക്കെ വർക്ക് ചെയ്യുന്നതെന്ന്. ഓക്കെ. ദെൻ കളക്ടർ റീജിയൻ എന്ന് വെച്ചാൽ എന്താണ്? വിച്ച് വിൽ കളക്ട് ദ മെജോറിറ്റി കാരിയേഴ്സ്. നമ്മുടെ എമിറ്റർ അവിടുന്ന് പാസ് ചെയ്ത് വിടുന്ന ബേസ് വഴി പാസ് ചെയ്ത് വിടുന്ന എല്ലാ കളക്ടർ, അതായത് എല്ലാ മെജോറിറ്റി കാരിയേഴ്സിനെയും കളക്ട് ചെയ്യുക എന്ന് പറയുന്നതാണ് കളക്ടറിന്റെ ജോലി എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഇതിന്റെ ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ മോഡറേറ്റ് ആണ്. അതായത് നമ്മുടെ ബേസിനെക്കാട്ടിയും കൂടുതലും എന്നാൽ നമ്മുടെ എമിറ്ററിനെക്കാട്ടിയും കുറവും. ആ ഒരു രീതിയിലാണ് ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ. ഇതിന്റെ സൈസ് വളരെ കൂടുതലാണ്. എമിറ്റർ റീജിയനെക്കാട്ടിയും സൈസ് കൂടുതലാണ് കളക്ടറിന്റെ. പക്ഷേ ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ ഇൻ ബിറ്റ്വീൻ എമിറ്റർ ആൻഡ് ബേസ്. എമിറ്ററിന്റെയും ബേസിനും ഇൻ ബിറ്റ്വീൻ ആയിട്ടാണ് ഡോപ്പിംഗ് കോൺസെൻട്രേഷൻസ് വരുന്നത്. സൈസ് എന്താണ്? അത്യാവശ്യം ലാർജർ ആണ്. ഓക്കെ. എന്തിനാണ് ഇതിന്റെ സൈസ് കൂട്ടി വെച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാരണം ഈ ഒരു കളക്ടർ റീജിയനിൽ നമ്മൾ കൂടുതൽ ഹീറ്റ് ജനറേറ്റ് ചെയ്യും. ഓക്കെ. അപ്പൊ ഹീറ്റ് ഡിസിപ്പേഷൻ നടത്താൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അതിനവിടെ വി ആർ ഇൻക്രീസിങ് ദ സൈസ് ഓഫ് ദ കളക്ടർ റീജിയൻ. സൈസ് അവിടെ കൂട്ടുന്നുണ്ട്. ഓക്കെ. പിന്നെ ഈ സിമ്പിൾസിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് ഇതില്. ആരോ ഹെഡ് അകത്തോട്ടാണെങ്കിൽ NPN-ഉം ആരോ ഹെഡ് പുറത്തോട്ടാണെങ്കിൽ എന്തായിരിക്കും? അവിടെ നമുക്കത് PNP ആയിരിക്കും. ഓക്കെ. അത് കാണിക്കുന്ന അതിന്റെ കറണ്ട് ഫ്ലോയുടെ ഡയറക്ഷൻ ആണ് കാണിക്കുന്നത്. ഓക്കെ. NPN ആണെങ്കിൽ പുറത്തോട്ടും ആൻഡ് PNP ആണെങ്കിൽ എന്തായിരിക്കും? ആരോ ഹെഡ് അകത്തോട്ടായിരിക്കും അവിടെ വരുന്നത്. ഓക്കെ. ഇനി ഇതിൽ കുറച്ച് കാര്യം കൂടി നമ്മൾ അവിടെ ഒരു ട്രാൻസിസ്റ്റർ നിർമ്മിക്കുന്ന സമയത്ത് നമ്മൾ അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ ഒരു ട്രാൻസിസ്റ്ററിന്റെ കുറച്ച് ഇമ്പോർട്ടന്റ് ടോപ്പിക് പോയിന്റ്സ് ആണ്. ഓക്കെ. ദാറ്റ് ഈസ് എമിറ്റർ ലെയർ ഇസ് ഹെവിലി ഡോപ്ഡ്. എമിറ്റർ ലെയറിന്റെ ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ വളരെ കൂടുതലായിരിക്കണം. ലാർജർ നമ്പർ ഓഫ് ചാർജ് കാരിയേഴ്സ് അവിടെ നമുക്ക് എന്ത് ചെയ്യണം? അവിടെ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യണം. അതുപോലെ തന്നെ ഇതിന്റെ എമിറ്റർ ലെയർ എന്തായിരിക്കണം? ഏരിയ മീഡിയം ആയിരിക്കണം. രണ്ടിന്റെയും ഇൻ ബിറ്റ്വീൻ ഒരുപാട് കുറയാനും പാടില്ല, കളക്ടറിന്റെ അത്ര കൂടാനും പാടില്ല. ഏരിയ ഓഫ് ദ ബേസ് ലെയർ ഇസ് സ്മോളസ്റ്റ്. ഇറ്റ് ഈസ് വെരി തിൻ ലെയർ. ഓക്കെ. ബേസ് ലെയറിന്റെ ഏരിയ വളരെ കുറവായിരിക്കണം. അതാണ് അവിടെ ഏറ്റവും തിൻ ലെയർ ആയിട്ട് വരേണ്ടത്.
Then base layer is lightly doped. It is very few number of charge gates. വളരെ കുറച്ച് ചാർജ് ഗേറ്റ്സ് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ ബേസ് ലെയറിൽ വരുന്നുള്ളൂ. Then അതുപോലെ തന്നെ ഏരിയ ഓഫ് ദ കളക്ടർ layer is also large. നമ്മൾ തൊട്ട് മുൻപേ പറഞ്ഞു തന്നെ ഒന്ന് ബ്രീഫ് ചെയ്ത് പറയുന്നതേ ഉള്ളൂ. The collector layer is moderately doped. It has the medium number of എന്താണ് maximum number of charge gates അവിടെ വരണം. Then the collector the junction between collector layer and the base layer is called a collector base junction, and the junction between base layer and emitter layer is called a base emitter base junction. Okay, CB junction and EB junction. ഇത് പ്രത്യേകിച്ച് എടുത്ത് പറയുകയാണ്, ഈ എമിറ്റർ ബേസ് ജംഗ്ഷൻ ഷുഡ് ബി ഫോർവേഡ് ബയാസ്ഡും കളക്ടർ ബേസ് ജംഗ്ഷൻ റിവേഴ്സ് ബയാസ്ഡും രണ്ട് കണ്ടീഷൻസ് ഉണ്ട്. അത് നമ്മൾ ബയാസിങ് ചെയ്യുന്ന സമയത്ത് നമുക്കത് പഠിക്കാം. ആ രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, നമ്മുടെ നമ്മുടെ ട്രാൻസിസ്റ്റേഴ്സ് പ്രോപ്പർലി അവിടെ വർക്ക് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ അത് നമ്മൾ അവിടെ നോക്കണം. രണ്ട് റീജിയൻസും ഒന്ന് ഫോർവേഡ് ബയാസിങ്ങിലും മറ്റൊന്ന് റിവേഴ്സ് ബയാസിങ്ങിലും ആണോ എന്നുള്ള കേസ് നമ്മളവിടെ എന്ത് ചെയ്യും, നമ്മളിവിടെ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ അത് നമുക്ക് നോക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ ട്രാൻസിസ്റ്റേഴ്സിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തത്. നമ്മൾ ട്രാൻസിസ്റ്റേഴ്സിനെ കുറിച്ച് നോക്കി. ട്രാൻസിസ്റ്റർ സിമ്പൽ ഇത് ബ്ലോക്ക് റെപ്രസെന്റേഷൻ ആണ്. ഇതാണ് സിംബോളിക് റെപ്രസെന്റേഷൻ. നമ്മുടെ ഒരു സർക്യൂട്ടിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഈ ഒരു മെത്തേഡ് ആയിരിക്കും സിംബോളിക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നത്, റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, അത് നമ്മൾ ഏത് ട്രാൻസിസ്റ്റേഴ്സ് ആണ് യൂസ് ചെയ്ത് നമ്മൾ ആദ്യം മെൻഷൻ ചെയ്യണം. അവിടെ NPN ആണോ PNP ആണോ, കാരണം അതനുസരിച്ച് നമുക്ക് ബാക്കി സർക്യൂട്ട് നമ്മൾ ഡ്രോ ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് സർക്യൂട്ട് ഡിസൈനിങ് ഇല്ലല്ലോ. അപ്പോൾ ഡിസൈനിങ് ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് ഏതാണോ സർക്യൂട്ട് തന്നിരിക്കുന്നത് അതനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ സർക്യൂട്ട് ചെയ്യാനായിട്ട് അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ NP ആണെങ്കിൽ NPN, PNP ആണെങ്കിൽ PNP. ഓക്കെ, അങ്ങോട്ട് ഒരു മാറി കഴിഞ്ഞാൽ അതിന്റെ പൊളാരിറ്റീസിൽ ചേഞ്ച് വരും. ഈ ഫോർവേഡ് ബയാസിങ് റിവേഴ്സ് ബയാസിങ് കണ്ടീഷൻസിലൊക്കെ എന്ത് ചെയ്യുക, അവിടെ ചേഞ്ചസ് വരാം. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്തത്, സിമ്പിൾ നോക്കി തന്നെ ചെയ്യണമെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഒരു ട്രാൻസിസ്റ്റേഴ്സിനെ കുറിച്ച് നമുക്ക് അതിൽ പറയേണ്ടി വരുന്നത്. അപ്പോൾ ട്രാൻസിസ്റ്റേഴ്സ് എന്താണെന്ന് അറിഞ്ഞിരിക്കുക. then അതിന്റെ BJTയിൽ രണ്ട് ക്ലാസിഫിക്കേഷൻ ഉണ്ട് കേട്ടോ, NPN എന്നും PNP എന്നും. അപ്പോൾ NPN എന്താണെന്ന് അറിഞ്ഞിരിക്കുക, PNP എന്താണെന്ന് അറിയിക്കുക. മെയിൻലി അറിഞ്ഞിരിക്കേണ്ടത് കളക്ടർ ബേസ് എമിറ്റർ റീജിയൻസിനെ കുറിച്ചാണ്. എന്തൊക്കെയാണ് ആ റീജിയൻസ്, അതുപോലെ അതിന്റെ പർപ്പസ് എന്താണ്, ദെൻ ഓരോന്നിന്റെയും സൈസ് എങ്ങനെ വരുന്നുണ്ട്, ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ എങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ കറക്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. കാരണം അതിന്റെ പ്രോപ്പർട്ടീസിന്റെ ഒക്കെ ഇതിൽ എന്ത് ചെയ്യാം, എക്സാമിനേഷനിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ അത്രയും കറക്റ്റ് ആയിട്ട് നോക്കുക. നമുക്ക് ട്രാൻസിസ്റ്റർ എങ്ങനെയാണ് ബയാസ് ചെയ്യുന്നതെന്നും ബാക്കി വർക്കിംഗ്സ് നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.